ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ റെൻക് എന്ന് പറഞ്ഞ കമ്പനി, ഇതൊരു ജർമ്മൻ കമ്പനിയാണ്. അവർ ഡിഫൻസ് മേഖലയിലും അതേപോലെ ഇൻഡസ്ട്രിയൽ മേഖലയിലും തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയാണ്. ആ കമ്പനി ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ അവരുടെ പ്ലാന്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇത് ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഡിഫൻസ് മേഖലയിലും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിലുമുള്ള ഒരു പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഫാക്ടറി വരുന്നത് ശൂലങ്കിരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ശൂലങ്കിരി തമിഴ്നാട്ടിലാണ് വരുന്നത്. കേരളത്തിലൊന്നും ഇതുപോലെ ഒരു സംഭവമൊന്നും ഈ അടുത്തിടയ്ക്കൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കേ വേണ്ട. അപ്പോൾ ഈ റെൻക് കമ്പനി ഇന്ത്യക്കുള്ളിൽ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇപ്പം ഡിഫൻസ് സെക്ടറിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളും അതേപോലെ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ വേരിയന്റ് ടൈപ്പ്, അതായത് ഒരുപാട് വിവിധ തരത്തിലുള്ള ഡിഫൻസ് പ്രോഡക്റ്റുകളാണ് ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ പല രാജ്യങ്ങൾക്കും കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. സ്പെയർ പാർട്സുകളും കയറ്റുമതി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കംപ്ലീറ്റഡ് പ്രോഡക്റ്റും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലുപരിയായിട്ട് ഇവർ മറ്റുള്ള രാജ്യങ്ങൾക്കും കൂടി കയറ്റി അയക്കാനുള്ള പെർമിഷനും കൂടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെൻക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യ, ജർമ്മനി, യൂറോപ്യൻ മേഖലയിൽ ഒട്ടാകെ തന്നെ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തിങ്കിങ്, അതായത് അവർക്ക് ഇനി വരും കാലങ്ങളിൽ മാർക്കറ്റ് ഇതാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഈ ഒരു കമ്പനി, റെൻക് എന്ന് പറഞ്ഞ കമ്പനി, ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ കരോലിന ലെവിറ്റ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാന്റെ വിഷയം തന്നെയാണ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. ഇതിന്റെ പുറകിൽ വേറെ ഒന്നുമില്ല, ഇന്ത്യയുടെ ട്രേഡ് ഡീലിനെ നിരന്തരമായിട്ട് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അമേരിക്ക. ഇന്ത്യയുടെ സൈഡിലുള്ള കംപ്ലീറ്റ് റാറ്റിഫിക്കേഷനും കഴിഞ്ഞ് ഡ്രാഫ്റ്റ് അമേരിക്കയുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്, വൈറ്റ് ഹൗസിൽ, ഓവൽ ഓഫീസിൽ. എന്തെങ്കിലുമൊക്കെ ഒരു തിരുത്തലുകൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ കറക്ഷൻ നോട്ട് തീർച്ചയായിട്ടും ഇന്ത്യ അറിയിക്കേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. അതിലുപരിയായിട്ട് മറ്റുള്ള സൈഡിലുള്ള പ്രഷറാണ് ഇന്ത്യക്ക് മേലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രഷർ നമ്പർ 1 യൂറോപ്പിന്റെ മേഖലയിലേക്ക് ഇരുന്നുകൊണ്ട് താരിഫ് ഇന്ത്യക്ക് കൊടുക്കാം. റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് 500% എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറ്റ്സെൽഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ റഷ്യൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നാറ്റോ രാജ്യങ്ങളെ വെച്ചിട്ട് പുഷ് ചെയ്യുന്നു. അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ അവർ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മളിപ്പം റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസുമായിട്ട് കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ റഷ്യയുമായിട്ട് നമ്മൾ ഡിഫൻസ് മേഖലയിൽ എൻഗേജ്ഡ് ആവുന്നതും അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ഇത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ്. അമേരിക്കയുടെ അടുത്ത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള രീതിയിൽ ഇങ്ങനെ പ്രഷർ ഇടും. ആ പ്രഷർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് മേളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 1 ഈ നിലവിലുള്ള ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എക്സ്റ്റൻഷൻ, ആ ഒരു അമെൻമെന്റ് പീരീഡ് തീരുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ ട്രംപ് പറഞ്ഞ ഒരു താരിഫ് നിലവിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ യുഎസിന്റെ ടീം, അതായത് യുഎസിന്റെ ഒരു ടീം കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 2nd വീക്കിന് ശേഷമാണ് ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് അഡീഷണൽ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരുന്ന ഡേറ്റ് ഓഗസ്റ്റ് 1 നീട്ടി വെച്ചിരിക്കുന്ന ഡേറ്റ് ആണ്, പുതുക്കിയ ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റ് 1 ആണെങ്കിൽ അമേരിക്കൻ ടീം ഇന്ത്യക്കുള്ളിൽ വരുന്നത് ഓഗസ്റ്റ് 2nd വീക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു 15-20 ഡേയ്സ് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഇന്ത്യക്ക് ഒരു ഗ്രേസ് പീരീഡ് ആയിട്ട് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷേ ഇതുവരെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീക്കങ്ങൾ മുന്നോട്ട് ചലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് ഇന്ത്യക്കും അതേ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ചാടിക്കയറി അങ്ങോട്ട് അമേരിക്ക എടുത്ത് ചോദിക്കുന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മൾ വളരെ ഡീസെന്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട്. ഈ ട്രേഡ് ഡീലൊക്കെ നടക്കും. അത് നടക്കണം എന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോദി ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണം. ആ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല, മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു യുദ്ധം അവസാനിപ്പിച്ച് ഒരു സമാധാനം കൊണ്ടുവന്നത് ഈ ഏരിയയിൽ എന്ന് പറയുന്നതിനോടൊപ്പം, അതുകൊണ്ട് ഞങ്ങൾ മിസ്റ്റർ ട്രംപിനെ സമാധാനത്തിന്റെ നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ് എന്നൊരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ ഡീലും കാര്യങ്ങളെല്ലാം ഓക്കെ ആവും, പടപടയെന്ന് ഓക്കെ ആവും. പക്ഷെ അതിന് ഇന്ത്യ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ട്രംപ് തന്നെ പലതവണ ഇത് പറഞ്ഞു നോക്കി. ട്രംപിന്റെ പാർട്ടിയിലുള്ള പലരെയും വെച്ച് പറഞ്ഞു നോക്കി, മാർക്കോ റൂബിയോ വെച്ച് പറഞ്ഞു നോക്കി, അവിടുത്തെ യുഎസിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ആളിനെ വെച്ച് പറഞ്ഞു നോക്കി, അതുപോലെ തന്നെ ഇപ്പം സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള കരോലിന ലെവിറ്റിനെ വരെ വെച്ച് പറഞ്ഞു നോക്കി. എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു ട്രേഡ് ഡീലിനെ വെച്ച് ഇത്രമാത്രം വിലപേശാൻ ഒന്നും ഇല്ല അവിടെ. ട്രേഡ് ഡീൽ ഇന്ത്യ അങ്ങ് വേണ്ടാന്ന് വെക്കും, അത്രേ ഉള്ളൂ. ഓഗസ്റ്റ് 1 അഥവാ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 1 വരെ ട്രംപ് ഒരു രീതിയിലുള്ള ഡീലും പ്രഖ്യാപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തും ഇന്ത്യൻ മാർക്കറ്റിൽ. അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇടിവൊന്നുമല്ല, അത് ജസ്റ്റ് ഒരു ഷോർട്ട് പീരീഡിനാണ്.
പക്ഷെ അത് ട്രംപ് വീണ്ടും റിയലൈസ് ചെയ്യും. ചൈനയ്ക്ക് എന്താണ് സംഭവിച്ചത് ആ തിരിച്ചറിവ് ട്രംപിന് വീണ്ടും ഉണ്ടാവും. ട്രംപ് വീണ്ടും ഇന്ത്യയുമായിട്ട് വന്ന് നെഗോഷിയേറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ചൈനയുടെ റെയർ എർത്ത് എലമെന്റ്സ് ഇന്ത്യയിലോട്ട് കയറ്റുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല ഇതുവരെ. പലതവണ നെഗോസിയേഷൻ ചർച്ചകൾ മുന്നോട്ട് പോയെങ്കിലും നമ്മൾ വേറെ പല കാര്യങ്ങളും ചർച്ച ചെയ്തുവെങ്കിലും നമ്മൾ ഇതുവരെ ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രീതിയിലുള്ള ചർച്ചകളും മുന്നോട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോയതായിട്ട് വാർത്തകളും എവിടെയും വന്നിട്ടില്ല. ഗ്ലോബൽ ടൈംസിലോ അല്ലെങ്കിൽ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലോ അല്ലെങ്കിൽ ചൈനയുടെ തന്നെ PLAയുടെ വെബ്സൈറ്റിലോ എവിടെയും തന്നെ പബ്ലിഷ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയും വാർത്തകൾ പബ്ലിഷ് ആയിട്ടില്ല. ഇന്ത്യയിലെ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ മീഡിയ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നുമില്ല. ഇതാ ഇപ്പോൾ ഒരു ഫാക്ടറി ആപ്പിൾ മാനുഫാക്ചറിങ്, ആപ്പിളിന്റെ എയർപോർട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന തെലങ്കാന യൂണിറ്റിലെ അവർക്കിപ്പം സപ്ലൈ ചെയിൻ ഇഷ്യൂ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റെയർ എർത്ത് മെറ്റീരിയൽ അവിടെ മിസ്സിംഗ് ആണ്. ഡൈസ്പ്രോസിയം എന്ന് പറഞ്ഞ ആ ഒരു മെറ്റീരിയൽ അവൈലബിൾ അല്ല. ഇന്ത്യ ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പൊ ചൈന ഈ റിക്വസ്റ്റ് നമ്മൾ വിട്ടിട്ടും കുറെ മാസങ്ങളായി ഇതുവരെ ഈ ഡൈസ്പോർസിയം ഇന്ത്യക്കുള്ളിൽ കയറ്റി അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആപ്പിളിന്റെ ഫോക്സ്കോൺ കമ്പനി ഇതൊരു തൈവാൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പൊ അവര് ചൈനയ്ക്കുള്ളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഇന്ത്യയിൽ തമിഴ്നാട്ടിലും തെലങ്കാനയിലൊക്കെ അവർക്ക് പുതിയ യൂണിറ്റുകളുണ്ട്. അതായത് കോവിഡ് ഇമ്പാക്റ്റിന് ശേഷമാണ് ഈ ഫാക്ടറി ഒക്കെ റീലൊക്കേറ്റ് ചെയ്തത്. ചൈനയ്ക്ക് ഇതിൽ നല്ല രീതിയിലുള്ള വിഷമമുണ്ട്, ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയും നാളും ആപ്പിളിന്റെ മൊത്ത കുത്തകയും ചൈനയാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലവർക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഇന്ത്യയെ എവിടെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമോ ആ മേഖലയൊക്കെ ചൈന നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അവർ സ്റ്റഡി ചെയ്ത് എന്തൊക്കെ കട്ട് ചെയ്യണം, ഏതൊക്കെ റെയർ എർത്ത് മെറ്റീരിയൽസ് കൊടുക്കണം വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിച്ച് അവർ സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ചൈന എത്രമാത്രം ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സ് തടഞ്ഞു വെക്കുന്നോ അത്രമാത്രം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ ഇത് വേറെ രാജ്യങ്ങൾ ത്രൂ അല്ലെങ്കിൽ വേറെ അഡീഷണൽ സോഴ്സ് ത്രൂ കണ്ടെത്താനുമുള്ള മാർഗങ്ങൾ ഇന്ത്യ തേടും. ഇന്ത്യ കൂടുതൽ സെൽഫ് റിലയന്റ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ചൈനയ്ക്ക് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ചൈന വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഈ SCO മീറ്റിംഗിന്റെ സൈഡ് ലൈനിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യ എടുത്ത് മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 300ഓളം ചൈനീസ് എംപ്ലോയീസ്, എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ് ഇവരെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ ഇതിനു മുമ്പ് ജോലി എടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ആ ഒരു 300 എംപ്ലോയ്മെന്റ് ഇപ്പൊ ഇന്ത്യക്കുള്ളിൽ ഇല്ല. അതെല്ലാം തന്നെ ഇന്ത്യ നിർത്തി തിരിച്ചയച്ചു. ആ 300 എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ചൈനയ്ക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ചൈന ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഒരു തീരുമാനം ഇതിൽ എടുത്തിട്ടില്ല. 300 എംപ്ലോയീസിനെ കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത്. അതായത് ഈ 300 എംപ്ലോയീസും ഈ മൊബൈൽ കമ്പനികളിലും ഈ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നീഷ്യൻസും എഞ്ചിനീയേഴ്സുമാണ്. ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു അയവ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് റെയർ എർത്ത് എലമെന്റ്സ് കിട്ടും. എന്റെ ഒരു അഭിപ്രായത്തിൽ തൽക്കാലം വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് കാര്യം മുന്നോട്ട് നടക്കണമല്ലോ. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സിലൊക്കെ ഈ ക്രിട്ടിക്കൽ ഏരിയയിലുള്ള ചൈനയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് താരതമ്യേന കുറച്ച് കൊണ്ടുവരികയും അതിനുശേഷം നമുക്ക് ഈ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചൈനക്കാരന്മാരായിട്ടുള്ള ഒരു 300 പേർക്ക് പണി കൊടുക്കുന്നത് നന്നായിരിക്കും. ചൈനയിലുള്ള ഒരു 300 ടെക്നീഷ്യൻസിനും എഞ്ചിനീയേഴ്സിനും ഇന്ത്യക്കുള്ളിൽ പണി കൊടുക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അത് നമ്മൾ കാര്യം നേടുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി 300 എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഒരു 150 ആൾക്കാർക്ക് വേണമെങ്കിൽ ഞങ്ങൾ പണി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരു നെഗോസിയേഷൻ ഒക്കെ നടത്തി ഈ റെയർ എർത്ത് എലമെന്റ്സിൽ എത്രയും വേഗം ഒരു തീരുമാനം കൊണ്ടുവരണം. ഒരു സൈഡിൽ EV കാറിന്റെ പ്രശ്നത്തിൽ കിടക്കാണ് മാരുതി കമ്പനി. ഇപ്പൊ മറ്റൊരു സൈഡിൽ ഇത് ആപ്പിൾ ഇപ്പൊ അടുത്ത പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എത്ര അറിയപ്പെടാത്ത ലോക്കൽ കമ്പനികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെയാണ് ഇപ്പൊ നിലവിലെ സിറ്റുവേഷൻസ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ഇത്രയും പറയുന്നത് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് നടക്കുന്ന ട്രേഡിൽ ചൈനയുടെ ഡിപ്പെൻഡൻസി അമേരിക്ക കുറച്ച് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് കുറച്ച് ഗെയിൻ കിട്ടിയിട്ടുണ്ട്. അതിൽ മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക്സ്, സോളാർ പാനൽ ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഒരു 47% ചൈനയെക്കാളും നമ്മൾ അമേരിക്കയുമായിട്ട് കൂടുതൽ ട്രേഡ് ഇത്തവണ ചെയ്തിട്ടുണ്ട്. അതിലേതാണ്ട് $12.41 ബില്യൺ ബിസിനസ് ആണ് നമ്മൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തുന്ന സമയം നടത്തി എത്രത്തോളം ഗെയിൻ ചെയ്യാൻ പറ്റുമോ ഗെയിൻ ചെയ്യുക, അതാണ് മനസ്സിലാക്കേണ്ടത്. ചൈന അവരുടെ റൂട്ട് മാറ്റിയാണ് ഇപ്പൊ ബിസിനസ് നടത്തുന്നത്. ചൈനയുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ വിയറ്റ്നാം ത്രൂ ആണ് നടക്കുന്നത്. വിയറ്റ്നാമും അമേരിക്കയും തമ്മിൽ നല്ല രീതിയിലുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് അവർ മുന്നോട്ട് പോവുകയാണ്. വിയറ്റ്നാം അതേപോലെ ചൈനയെക്കാളും കൂടുതൽ ഗെയിൻ ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ടിങ്ങിൽ. 9% നിന്നും അവർ 12% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അവരുടെ കയറ്റുമതി അമേരിക്കയിലോട്ട്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ ഈ മേഖലകളിലൊക്കെ തന്നെയാണ് വിയറ്റ്നാം കൂടുതൽ കയറ്റുമതി റെക്കോർഡിൽ കാണിക്കുന്നത്.
അതുപോലെ ട്രംപും പുടിനും തമ്മിൽ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് റഷ്യക്ക് പോയിട്ടുണ്ട്. അപ്പം റഷ്യ പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ബീജിങ്ങിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം, ചൈനയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം റഷ്യ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അതിനിപ്പോൾ അത് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് ട്രംപിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് അതൊരവസ്ഥ. പിന്നെ ബംഗ്ലാദേശുമായിട്ട് ഒരു ഡീല് അമേരിക്ക സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അമേരിക്കയുടെ ഗോതമ്പ് മൊത്തത്തിൽ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കയറ്റി അയക്കുകയാണ്. അത് 7 ലക്ഷം ടൺ ഗോതമ്പ് ബംഗ്ലാദേശ് മേടിക്കാൻ വേണ്ടിയിട്ട് MOU മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അത് നൈസിന് വെച്ച് ബംഗ്ലാദേശിന്റെ അടുത്ത് അങ്ങ് തള്ളി. ഇനിയിപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് ഡീലിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സോയാബീനും ഈ മൈസ് എന്ന് പറഞ്ഞാൽ മക്കാച്ചോളം, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് മക്കാച്ചോളവും അതുപോലെ തന്നെ ഈ സോയാബീനും, ഇത് രണ്ടും ഇന്ത്യ മേടിക്കണം എന്നാണ് നിർബന്ധം പിടിക്കുന്നത്. നമ്മളുടെ ഫുഡ് ചെയിനിൽ അത് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ തന്നെ അതിന് സൊല്യൂഷൻ പറയുന്നുണ്ട്. സൊല്യൂഷൻ എന്താണ്? നിങ്ങളത് ഫുഡ് ചെയിനിൽ ഉൾപ്പെടുത്തേണ്ട, എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ അത് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. പല രീതിയിലും US കൺവിൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അതിന് ഓക്കെ പറഞ്ഞിട്ടില്ല. ട്രേഡ് ഡീലിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്ന വിഷയം ഇതാണ്. അഗ്രികൾച്ചർ മേഖലയിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. ഇതാണ് അവരുടെ പ്രശ്നം. 20,000 CRPF ബറ്റാലിയൻസിനെ ജമ്മു കാശ്മീരിൽ വിന്യസിച്ചിട്ടുണ്ട്. അത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ അതും പോയിട്ട് ഈ CRPF ബറ്റാലിയൻസിൽ ഇനഫ് ബറ്റാലിയൻസ് ഇല്ല എന്നുള്ളൊരു പരാതിയും കൂടി ഉണ്ട്. അപ്പം ഒരു 26,000 പേരെ പുതുതായിട്ട് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ പാസ്സാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ പാസ്സായിരിക്കുന്ന ആൾക്കാർ നല്ല ഫിറ്റ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഉടനെ തന്നെ ഹയറിംഗ് നടക്കാൻ പോവാണ്. 26,000 പേരെ ഹയർ ചെയ്യും. ISROയും നാസയും ചേർന്ന് വിക്ഷേപിക്കുന്ന നിസാർ സാറ്റലൈറ്റ് വരുന്ന ജൂലൈ 30-ാം തീയതി വിക്ഷേപണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദി 23, 24, 25 ദിവസങ്ങളിൽ UK വിസിറ്റ് ചെയ്ത് അതിലൂടെ നേരെ മാൽഡീവ്സ് സന്ദർശിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങും. UK വിസിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ഫർദർ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് മെയിനായിട്ട് പോകുന്നത്. നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ശർമ്മ ഓലിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിൽ ശർമ്മ ഓലി ഇന്ത്യ വിസിറ്റ് ചെയ്യും. നവംബറിൽ പ്രോബബ്ലി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നേപ്പാൾ വിസിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഡെവലപ്മെന്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.